നമ്മുടെ കുഞ്ഞ്. ഏറെക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരൊക്കെ അകൽച്ച കൊണ്ടും മരണം കൊണ്ടും അയാൾക്ക് നഷ്ടമായി. എനിക്ക് പലപ്പോഴും തോന്നുമായിരുന്നു മൂപ്പരെന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു. അതിനൊരു ഉത്തരം അയാൾക്കുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ പാച്ചു. ഏറെ വർഷങ്ങൾക്കിപ്പുറം അപ്പൂപ്പനെ കാണാൻ അവൻ സുഹൃത്തുക്കൾക്കൊപ്പം വന്നിരിക്കുകയാണ്. അവനുവേണ്ടി അവൻ പിച്ചവെച്ച മുറ്റമൊരുക്കി, വീടൊരുക്കി, അത്രനാൾ കാത്തുവെച്ച സന്തോഷങ്ങളെല്ലാം പാച്ചുവിനു വേണ്ടി കരുതി. എനിക്കുള്ളതെല്ലാം എന്റെ പാച്ചുവിന്റെ പേർക്ക്. തന്റേതായതല്ല സ്വപ്നങ്ങൾ പോലും അയാൾ പാച്ചുവിന് കൊടുത്തു. പക്ഷേ ഒരു വലിയ തിര പാച്ചുവിനെ കടലിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. പ്രതീക്ഷകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും നീറിത്തുടങ്ങിയ കാത്തിരിപ്പിന്റെ 3 ദിവസങ്ങൾ. മറ്റെല്ലാവരും പാച്ചുവിന്റെ മരണം ഉറപ്പിച്ചു. പക്ഷെ അപ്പൂപ്പൻ മാത്രം ഇനി ചിലപ്പോ അവനൊന്നും പറ്റിക്കാണില്ലായിരിക്കുമോ. കഥകളിലെ രാജകുമാരനെ പോലെ തിരകളെ പടവെട്ടി തോൽപ്പിച്ച് അവൻ തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചു. കാരണം അവൻ ഏറ്റവും അശക്തനായിരുന്നപ്പോൾ അയാൾ എടുത്തു നടന്നിരുന്നു. അവനുവേണ്ടി താരാട്ടുപാടിയിരുന്നു. അയാൾ മണ്ണിൽ ആഴത്തിൽ വേരായി പടർന്നത് അവനുവേണ്ടിയായിരുന്നു. പക്ഷെ 3-ാം നാൾ അവന്റെ അഴുകിയ ജഡം തീരത്തടി. സ്നേഹം അയാൾക്ക് കാത്തിരിപ്പായിരുന്നു, പ്രതീക്ഷകളായിരുന്നു, സന്തോഷവും ദുഃഖവുമായിരുന്നു. അതേ സ്നേഹം തന്നെ ഇന്ന് അയാൾക്ക് ജീവിതവും മരണവുമാകുന്നു. ഒടുവിൽ അയാൾ തന്റെ പാച്ചുവിനെ തേടി കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി. ശിഖരത്തെ വേരിൽ നിന്നും അകറ്റാൻ ഏത് കടലിനാണ് കഴിയുക? ദിസ് ഈസ് ഫോർ യുവർ റൂട്ട്സ്. നിങ്ങൾക്കായി ആഴങ്ങൾ താണ്ടുന്നു. ഏതാഴത്തിൽ നിന്നും നിങ്ങളെ തേടി വരുന്ന നിങ്ങളുടെ സ്വന്തം വേരുകൾ.